കൊല്ലത്തു നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമുള്ള മുട്ടറ ഹിൽസിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തു നിന്നും ഏകദേശം 25 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. പോകുന്ന വഴിക്ക് വലിയ പാറകളൊക്കെ കാണാം. ബൈക്ക് റോഡിൽ വെച്ചിട്ട് നടന്നാണ് നമ്മൾ പോകുന്നത്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, ഒറ്റയ്ക്കായതുകൊണ്ടും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നടന്നു കയറുക. ബൈക്കൊക്കെ കയറി പോകുന്ന വഴി തന്നെയാണ്, പക്ഷെ കുറച്ച് സ്ലിപ്പായിട്ട് കിടക്കുന്ന വഴിയാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുകളിലൊക്കെ എത്തുമ്പം മഴ പെയ്യുവാണെങ്കിൽ പൊളിയായിരിക്കും. മുട്ടറ മലയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പം കാണുന്നത്. നമ്മൾ വന്ന വഴിയല്ലാതെ വേറെയും വഴികളുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. കാറൊക്കെ ഈ പാറമടയുടെ അടുത്ത് വരെ വരും. നമ്മളെന്തായാലും കുറച്ച് നടന്നു, കുഴപ്പമില്ല. പാറമടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ പുറത്തേക്ക് ഒഴുകി വരുന്നത്. കേരള ടൂറിസത്തിൻ്റെ വികസനം നമുക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. നിലവിൽ നമുക്ക് മുട്ടറ ഹിൽസിലേക്ക് കയറാൻ ടിക്കറ്റ് ചാർജൊന്നും ഇല്ല, പക്ഷെ ഉടനെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇവിടെ ഒരു കടയുണ്ട്, പക്ഷെ ആ കട അടച്ചേക്കുവാണ്. ഈ പണിയൊക്കെ നടക്കുന്നുണ്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പം വരുന്നവരൊക്കെ എന്തായാലും വെള്ളം കരുതുക, കാരണം മുകളിലും എന്തായാലും കടകളൊന്നും കാണാൻ സാധ്യതയില്ല. ഒത്തിരി പടികളൊന്നുമില്ല കയറാൻ, പക്ഷെ എല്ലാ പടികളും അത്യാവശ്യം ഉയരത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കുഴയും. കുറച്ച് പടികൾ മുന്നോട്ട് കയറുമ്പോൾ കൈവരികളുണ്ട്, പിന്നെ അതിൽ പിടിച്ച് വലിഞ്ഞു തൂങ്ങിയൊക്കെ കയറാം. വിചാരിച്ചത്ര പാടൊന്നും ഇല്ലായിരുന്നു കയറി വരാൻ. കയറി മുകളിലേക്ക് വരുന്തോറും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ഷീണം തോന്നത്തില്ല. നമ്മൾ മുകളിൽ എത്തുമ്പം തന്നെ ആദ്യം കാണുന്നത് ഒരു കാവാണ്. ഈ കാവ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതെങ്ങനെ ഭംഗിയില്ലാതിരിക്കും? ഇത്രയും വലിയൊരു മലയുടെ മുകളിലല്ലേ ഈ കാവുള്ളത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പം കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നോ, എന്തൊരു വ്യൂ ആണെന്ന് നോക്ക്. ഒരു വശത്ത് കാവും മറുവശത്ത് ഈ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഒന്നും പറയല്ല, അടിപൊളി സ്ഥലം. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ല അടിപൊളി സ്ഥലമാണിത്. ഇവിടെ കുറേ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു.
എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഈ മലയുടെ മുകളിലും ഒരു കടയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ചായക്കടയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരു ചായയൊക്കെ കുടിച്ചാൽ പൊളിക്കും. ഉയരം കൂടുന്തോറും ചായയ്ക്ക് ടേസ്റ്റ് കൂടുമെന്നാണല്ലോ. കൊല്ലത്തെ ഏറ്റവും നല്ല ചായ കിട്ടുന്ന സ്ഥലമായിരിക്കും മിക്കവാറും ഇത്. ഒരു ചായയും കുടിച്ചിട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം. ഇവിടെ 3 പാറകളാണ് ഉള്ളത്. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ. ഈ 3 പാറകൾ ചേർന്നതാണ് മുട്ടറ മരുതിമല. എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല, അടിപൊളി സ്ഥലം. പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ടിവിടെ വരാം. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അധികം ആൾക്കാരുമില്ല, എന്നാൽ നല്ലൊരു സ്ഥലവുമാണ്.
ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുട്ടറ സ്കൂളാണ്. മുകളിലേക്ക് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വല്ല മഴയൊക്കെ പെയ്താൽ നമുക്ക് കയറി നിൽക്കാം. സ്വർഗത്തിലേക്കുള്ള പടികളാണെന്ന് തോന്നുന്നു ഇത്. ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. എല്ലായിടത്തും ഗ്രില്ല് വെച്ച് മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. രണ്ടുപേര് കണ്ടോ സ്വർഗത്ത് നിൽക്കുക. നിങ്ങൾ ഇതേപോലെ വന്ന് നിങ്ങൾക്ക് ഒത്തിരി ഫോട്ടോകളും വീഡിയോകളും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റയ്ക്കും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണിത്. ഇങ്ങോട്ട് കാറിലും ബൈക്കിലും ഒക്കെ സേഫായിട്ട് വരാൻ പറ്റുന്ന വഴിയെന്ന് വെച്ചാൽ മുട്ടറ സ്കൂളിൻ്റെ ആ റോഡ് വഴി മുന്നോട്ട് വരുമ്പം കുറച്ച് മുന്നോട്ട് വരുമ്പം ഒരു വലത്തേക്ക് പുതിയതായിട്ട് ടാറൊക്കെ ചെയ്തൊരു റോഡുണ്ട്. ആ റോഡ് വഴി മുന്നോട്ട് വരുമ്പം ഒരു അമ്പലമുണ്ട്. ആ അമ്പലം കഴിഞ്ഞ് 200 മീറ്റർ കഴിയുമ്പം വലത്തോട്ടുള്ള വഴി കൂടെ നേരെ കയറി വന്നാൽ മതി. ഈ പാറമടയുടെ അവിടം വരെ നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ വരാൻ പറ്റും. ആ പാറമടയിലേക്കുള്ള വ്യൂ പോയിൻ്റാണിത്. വരുന്നവരാരും വേസ്റ്റൊന്നും ഇടാതിരിക്കുക, പ്ലാസ്റ്റിക്കോ കവറുകളോ ഒന്നും ഇവിടെ ഒന്നും ഇടാതിരിക്കുക. ഇവിടെ പലയിടത്തും വേസ്റ്റ് ബിൻ പോലുള്ള വേസ്റ്റൊക്കെ കളയാനായിട്ടുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക.
നമ്മൾ നടന്ന് തിരിച്ച് നമ്മൾ ആദ്യമേ വന്ന ആ കടയുടെ പുറകുവശത്ത് നമ്മൾ വന്നു തിരിച്ച് ഈ പാറ മൊത്തം കറങ്ങിയിട്ട് മാക്സിമം ഈ വഴികൾ കാണുന്ന വഴികളെല്ലാം കയറി മാക്സിമം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വഴി ഇവിടം വരെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ട് ഏതൊരു ഭാഗത്തോട്ട് നോക്കിയാലും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മഴ പ്രതീക്ഷയാണ് ഇന്ന് ഞാനിവിടെ വന്നത്. എന്നാൽ മഴ പെയ്തില്ല. എന്നാലും അത്യാവശ്യം വീഡിയോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റിയതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മഴയത്ത് ഈ പാറയൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെ മഴയത്ത് ഇവിടെ വന്ന് വീഡിയോ എടുക്കാം. ഇനി നമുക്ക് നേരത്തെ കണ്ട ആ പടികൾ കയറാം. നമുക്ക് അവിടെ നിന്നുള്ള ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂവും കൂടെ ആസ്വദിക്കാം. തീർച്ചയായിട്ടും മുട്ടറ ഹിൽസിലേക്ക് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും പോവുക. നിങ്ങൾക്ക് ഈ കാഴ്ചകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ പോയിട്ടുള്ളവർ നിങ്ങൾ പോയപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മറ്റുള്ളവർക്കത് വളരെ ഉപകാരമായിരിക്കും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.